الحمد لله. الحمد لله الحليم الذي لا يوجل بالانتقام لمن نصاه من الأنام. وأشهد أن لا إله إلا الله وحده لا شريك له الصبور على من آذاه بالذنوب والآثام. وأشهد أن سيدنا محمدا عبده ورسوله أحلم الأنام وأشدهم تركا للمؤاخذة مع القدرة على الانتقام. صلى الله وسلم على سيدنا محمد وعلى آله وأصحابه السادة الكرام. أيها الناس أوصيكم عباد الله وإياي بتقوى الله. ഓ ജനങ്ങളെ, നിങ്ങളോടും എന്നോടും അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഞാൻ ഉപദേശിക്കുന്നു. ഇബാദല്ലാഹി ലാ തഗ്ളബു, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ കോപിക്കരുത്. ഫഇന്ന ഹഖീഖത്തൽ ഗളബി ശുഅലത്തും മിനശ് ശൈത്വാൻ വജംറത്തും മിനൻ നീറാൻ യഖ്ദിഫുഹാ ഫീ ഖൽബിൽ ഇൻസാൻ ഫതൻദഫിഖു ഔദാജുഹു വയഹ്മറുൽ അബ്ദാൻ. കാരണം ദേശത്തിൻ്റെ അടിത്തറ ശൈത്താനിൽ നിന്നുള്ള തീജ്വാലയും നരകത്തിൽ നിന്നുള്ള തീക്കനലുമാണ്. ആ തീജ്വാല ശൈത്താൻ മനുഷ്യ ഹൃദയത്തിൽ വിക്ഷേപിക്കുമ്പോൾ അവൻ്റെ നാഡിഞരമ്പുകൾ വീർക്കുകയും ശരീരം ചുവക്കുകയും ശൈത്താൻ എന്താണോ പറയിപ്പിക്കുന്നത് അത് മനുഷ്യന്റെ നാവ് സംസാരിക്കുകയും ചെയ്യും. ഫൽ ഖവിയ്യു ഹഖീഖതൻ മൻ യംലികു നഫ്സഹു വഹുവ ഗളബാൻ. അതുകൊണ്ട് യഥാർത്ഥ ശക്തിമാൻ ദേഷ്യം വരുമ്പോൾ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ ശദീദു മൻ ഗലബർ റിജാൽ, ആളുകളെ കീഴടക്കുന്നവനല്ല ശക്തിമാൻ, വലാകിന്ന ശദീദ മൻ ഗലബ നഫ്സഹ, സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് ശക്തിയും മൂക്കുമുള്ളവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ ദേഷ്യപ്പെടരുത്. നിന്റെ ദേഷ്യം നീ തടഞ്ഞു നിർത്തിയാൽ അള്ളാഹു അവന്റെ ശിക്ഷ നിന്നെ തൊട്ടൊഴിവാക്കും. ഫഹനീഅൻ ലിൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസി വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. കോപം നിയന്ത്രിക്കുകയും ജനങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യുന്നവർക്കുമാണ് സർവ്വവിധ സന്തോഷവും. സൽക്കർമ്മം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. നാം മറ്റുള്ളവരോട് കോപിക്കരുത്. കാരണം നമ്മൾ ഈ ഹ്രസ്വമായ ജീവിതയാത്രയിൽ നമുക്കിടയിൽ സാഹോദര്യം വേണം. ഫനഹ്നു ബനു ആദമ വഹവ്വാ, നമ്മൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയുടെയും മക്കളല്ലേ. വറകിബ്നാ സഫീനത നൂഹിൻ അലൈഹിസ്സലാം വറകിബ്നാ സഫീനത നൂഹിൻ സബിയ്യ, നാം എല്ലാവരും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പലിൽ സമന്മാരായി സഞ്ചരിച്ചവരല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദേഷ്യം വന്നവനോട് അടങ്ങാൻ കൽപ്പിക്കുമായിരുന്നു. അവൻ നിൽക്കുകയാണെങ്കിൽ അവനോട് ഇരിക്കാൻ പറയൂ. വഇദാ കാന ഖായിമൻ ബിൽ ജുലൂസ് വലിസ്തിആദത്തി ബില്ലാഹി മിനശ് ശൈത്വാനിൽ മുവസ്വിസി ഫിസ് സുദൂർ വൽ വുളൂഇ ബിൽ മാഇ തഹൂർ. ഹൃദയങ്ങളിൽ വസ്വാസുണ്ടാക്കുന്ന ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ വേണ്ടി പറയും. ശുദ്ധമായ വെള്ളം കൊണ്ട് വുളൂഅെടുക്കാൻ പറയും. ദേഷ്യമടങ്ങാനുള്ള മാർഗങ്ങളാണിതെല്ലാം. അതുകൊണ്ട് രാപകലുകൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത് എന്ന വാക്കിനെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഓഫീസിലും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ആ വാക്ക് നമ്മൾ എഴുതി വെക്കണം. വക്തുബുഹ അമാമ അഅ്യുനികും ഫിൽ മകാത്തിബി വദ്ദിയാർ വഇദാ ഇസ്തതഅനാ അൻ നഖ്ഹുറ വളബനാ ഫയഖില്ലുൽ ഖത്ലു വൽ ഖിസാമു വത്തലാഖു വൽ അദ്റാർ. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ കൊലയും അക്രമങ്ങളും ത്വലാഖും പിണക്കങ്ങളും എല്ലാം കുറയും. എല്ലാ തിന്മകളിൽ നിന്നും രക്ഷയുള്ള വിജയം നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ദേഷ്യത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ ദേഷ്യവും ആക്ഷേപാർഹമായ ദേഷ്യമല്ല, മറിച്ച് പ്രശംസനീയമായ ദേഷ്യമുണ്ട്, അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദേഷ്യം. അതുകൊണ്ട് തന്നെ
ലാക്കിൻ ലാബുദ്ദ അൻ നദ്കുറ ഹാഹുനാ ഖൗലൻ നബിയിൽ മുഖ്താർ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. ഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹി അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ. അമലുകൾ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടൽ, സ്നേഹിക്കൽ, അതുപോലെ വൽ ബുഗ്ളു ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദേഷ്യപ്പെടലുമാണ്. തിന്മകളും തമ്മാടിത്തരങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കാണുമ്പോൾ അതിനോട് ദേഷ്യം വരണം. അത്തരം സാഹചര്യത്തിലും ദേഷ്യം വരാത്തവർ അവർ കഴുതയാണെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. മനിസ്തുഗ്ലിബ ഫലം യഗ്ലബ് ഫഹുവ ഹിമാർ ഫത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിയന്ത്രിച്ചുകൊണ്ട്, ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട്, അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഫത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ എല്ലാവിധ ഹിഖ്ദ്, ദേഷ്യങ്ങൾ, പോരുകളിൽ നിന്നൊക്കെ, അസൂയ, കിബർ പോലെയുള്ള എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സനു ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മയും തിന്മയും തുല്യമാവുകയില്ല. ഏറ്റവും നല്ലതുകൊണ്ട് തിന്മയെ തടഞ്ഞു നിർത്തുക. ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. എന്നാൽ നിങ്ങളുടെയും ഏതൊരുത്തൻ്റെയും ഇടയിൽ ശത്രുത ഉണ്ടോ, അവൻ നിങ്ങളുടെ ഉറ്റ ബന്ധുവിനെ പോലെയായിത്തീരും. വമാ യുലഖാഹാ ഇല്ലല്ലദീന സ്വബറൂ വമാ യുലഖാഹാ ഇല്ലാ ദൂ ഹദ്ദിൻ അളീം. ക്ഷമ കൈക്കൊള്ളുന്നവർക്കല്ലാതെ ഇത് നൽകപ്പെടുകയില്ല, മഹാഭാഗ്യവാന്മാർക്കല്ലാതെയും ഇത് ലഭിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു തആല അവൻ്റെ ഖുർആൻ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മുടെ കാര്യങ്ങളിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ.